കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സുകൾ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം പ്രത്യാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയുടെ ചരിത്രം, പ്രവചനപരമായി പറഞ്ഞിരിക്കുന്ന ചരിത്രം നമ്മൾ തിരുവചന ഏടുകളിലൂടെ പരിശോധിക്കുകയാണ്. വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം, 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഈ പുസ്തകത്തെ 3ആയി തിരിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി കണ്ടു. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് രേഖപ്പെടുത്താൻ പറഞ്ഞു. നീ കണ്ടത് 1-ാം അധ്യായത്തിൽ, ഇപ്പോഴുള്ളത് 2-3 അധ്യായത്തിൽ, മേലാൽ സംഭവിപ്പാനുള്ളത് 4-ാം അധ്യായം തുടങ്ങിയാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വളരെ വ്യക്തമായി ഇപ്പോഴുള്ള സഭാ കാലയളവിനെ കുറിച്ചാണ് 2-3 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടതുപോലെ 7 സഭകളുടെ ദൂതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സഭകളുടെ ദൂതുകൾ ആ സ്ഥലസഭകൾക്ക് മാത്രമല്ലായിരുന്നു നൽകപ്പെട്ടത്. അവരുടെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതേസമയം അവരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ആ ദൂതുകൾ ലോകത്തിലുള്ള എല്ലാ സഭകൾക്കും നൽകപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓരോ ലേഖനങ്ങളുടെ അവസാനത്തിലും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, എഫെസോസ് സഭയ്ക്ക് എഴുതിയ ദൂത് സർവ്വലോക സഭകളോട് സംസാരിക്കുന്നതാണ്. ഓരോ സഭയ്ക്കും കൊടുത്ത ദൂതുകൾ അവസാനിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ആ സ്ഥലസഭയ്ക്ക് മാത്രമല്ല, സർവ്വലോക സഭയോട് സംസാരിക്കുന്ന ദൂതാണ് 7 ഈ സഭകൾക്കുള്ള ദൂതിലും നൽകപ്പെട്ടതെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഓർക്കുകയുണ്ടായി, കർത്താവിൻ്റെ വലങ്കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന 7 നക്ഷത്രങ്ങൾ, 7 പൊൻനിലവുകൾക്കുടെ നടുവിൽ അവൻ നടക്കുകയാണ്. പറയുന്നുണ്ട്, അതിൻ്റെ മർമ്മം രേഖപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. നീ കണ്ട, എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മം, 7 പൊൻനിലവുകളുടെ വിവരവും എഴുതുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ പറഞ്ഞിരിക്കുന്ന ദൂതുകൾ, അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതാണ് ഈ മർമ്മം എന്നുള്ള വാക്ക്, മിസ്റ്ററി എന്നുള്ള വാക്ക് അവിടെ വന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ കണ്ടു, വേഗം സംഭവിപ്പാനുള്ള തൻ്റെ ദാസന്മാരെ കാണിക്കുക. ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഈ 2 അധ്യായങ്ങൾ ഒഴിച്ചു ബാക്കി ഭാഗമല്ല. ഈ പുസ്തകത്തിൽ വേഗം സംഭവിപ്പാനുള്ളതിൽ ഈ സഭാ ചരിത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ആരംഭം തൊട്ട് അവസാനം വരെയുള്ള ചരിത്രം ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർക്കണം, അപ്പോസ്തല പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ ആരംഭഘട്ടത്തിൻ്റെ ഏതാണ്ട് 30 വർഷത്തിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. ആ 30 വർഷത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അന്ന് അറിയപ്പെട്ട എല്ലാ ലോകത്തിലും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ഏതാണ്ട് 30 വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്ക് സാധിച്ചു എന്നുള്ളത് കർത്താവിനോടുള്ള സ്നേഹം മൂലം എരിയുന്ന ആദിമ നൂറ്റാണ്ടിൻ്റെ സഭയുടെ ചരിത്രമാണ് ആ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നീടുള്ള ചരിത്രം, ഉൽപ്രാപണം വരെയുള്ള ചരിത്രം, പ്രവചനാത്മാവിൽ 7 സഭകൾക്ക് കൊടുത്ത ദൂതിലൂടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ സഭയുടെ ചരിത്രം, ആദ്യത്തെ 30 വർഷത്തിൻ്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ, പിന്നീട് അതിൻ്റെ ശേഷമുള്ള ചരിത്രമാണ് എഫെസോസ് സഭ കാലയളവിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ ഇതിൽ ഏതാണ്ട് 2-3 വാക്യം നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുവാനായിട്ട് പോകുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നടക്കാം. ഓരോ സഭയ്ക്കും കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ ദൂത് കൊടുക്കുന്നത്. ഈ സഭയുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവുകൾക്കുടെ നടുവിൽ നടക്കുന്നത് അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അറിയുന്നു. അതായത് സഭയുടെ മധ്യത്തിൽ ഉലാവുന്ന കർത്താവ്
ആ സഭയുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവ് സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ആ കർത്താവ് പറയുന്നു, ഈ സഭയ്ക്കുള്ള ദൂത് കൊടുക്കുന്ന ദൂതന്മാർ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സിനെ എൻ്റെ വലങ്കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടു, ഒറിജിനൽ ഭാഷയിലെ ആ വാക്കിന്റെ അർത്ഥം ഹി ഈസ് ഫുള്ളി ഗ്രിപ്റ്റ് എന്നാണ്. അതായത് ഒരു വസ്തുത ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ആ കൈയുടെ ഉള്ളിൽ പൂർണ്ണമായി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവസഭയുടെ ദൂത് അറിയിക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് ഗ്രിപ്പ് ചെയ്തിരിക്കുകയാണ്. അവര് സത്യസന്ധമായി ദൂതുകൾ അറിയിപ്പാൻ അവർ കടംപെട്ടവരും ബാധ്യസ്ഥരുമാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. കർത്താവ് സഭയിൽ നടക്കുന്നതെല്ലാം അറിയുന്നു, സഭയുടെ നടുവിൽ നടക്കുന്നു. അവന് അവിടെയുള്ള കുറവുകളെ പരിഹരിപ്പാനായിട്ട് ആഗ്രഹിച്ച് ആ സ്ഥലസഭകൾ നിലവിളക്കുകളാകിയാൽ അവർ നിൽക്കുന്ന സ്ഥലത്തിൽ പ്രകാശം കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഉലാവുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ കണ്ടു, ഈ സഭയ്ക്കുള്ള പ്രത്യേകതകൾ കണ്ടു. എന്തായിരുന്നു പ്രത്യേകതകൾ? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മൾ കണ്ടു അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ, അതായത് തളർന്നു പോകുന്നത് വരെ, അവർ എക്സോസ്റ്റഡായി തീരുന്നത് വരെ, എന്നാൽ തളരുന്നില്ല. ഈ കർത്താവിന് വേണ്ടി അവർ അധ്വാനിക്കുകയാണ്, അവർ സഹിക്കുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ഉപദേശം മുറുകെ പിടിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞു വന്നവരെ അവർ പരീക്ഷിച്ച് കള്ള അപ്പോസ്തലന്മാരെന്ന് കണ്ടു. അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതെ ഞാൻ അറിയുന്നു. നമ്മൾ അത്രയും ധ്യാനിക്കുകയുണ്ടായി. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്ന് പറയുകയാണ്. ഈ വാക്യം നമ്മൾ ധ്യാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പുതിയ നിയമത്തില് വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം, അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഫേഷ്യൻസ്. എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സ്വർഗതലത്തിൽ ഇരുത്തപ്പെട്ട ആത്മീകരായ സഭയോട് അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ നീണ്ട നിരകൾ നിരത്തി വെക്കുന്ന ഒരു അധ്യായമാണ് എഫേസ്യ ലേഖനം എന്നുള്ളത് ഓർക്കുക. പൗലോസ് ആ ലേഖനം എഴുതുന്നത് റോമൻ ജയിലിൽ കിടന്നുകൊണ്ടാണ്. ഏതാണ്ട് AD 60 അത് രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് AD 60 പൗലോസ് റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് ഏത് എഫെസോസ് സഭയ്ക്ക് എഴുതിയോ അതേ സഭയ്ക്ക് ഏതാണ്ട് AD 95 ആയപ്പോൾ പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് കർത്താവ് കൊടുക്കുന്ന ലേഖനമാണ് ഈ എഫേസ്യ ലേഖനം. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. എഫേസ്യ ലേഖനം AD 60 റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് ഏത് സഭയ്ക്ക് എഴുതിയോ, എഫേസ്യ സഭയ്ക്ക് എഴുതിയോ അതേ സഭയ്ക്കാണ് AD 95 പത്മോസീവിൽ കിടക്കുന്ന യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ പുസ്തകം അല്ലെങ്കിൽ ഈ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളിലൂടെ അതേ സഭയ്ക്ക് ദൂത് കൊടുക്കുകയാണ് നമ്മുടെ കർത്താവ്. ഇവിടെ നമുക്ക് ആ എഫേസ്യ ലേഖനത്തിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചു 4-ാം വാക്യത്തില് കർത്താവ് സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള കുറവുകൾ പറയുകയാണ്. എങ്കിലും അവരെക്കുറിച്ചുള്ള ഗുണങ്ങൾ പറഞ്ഞു. അപ്പോസ്തലൻ അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, കർത്താവിന് വേണ്ടി സഹിക്കുന്നു, തളർന്നു പോകാതെ പ്രവർത്തിക്കുന്നു, അവർ ഉപദേശം പിടിച്ചുകൊള്ളുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറഞ്ഞവരെ പരീക്ഷിച്ച് അവർ മനസ്സിലാക്കുന്നു. അവന്റെ നാമനിമിത്തം അവർ സഹിച്ചു, അവർ തളർന്നു പോയില്ല. ഒരു വിശ്വാസിയാണ്, അവനൊരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അന്നത്തെ കാലത്തെ സമൂഹം നമ്മൾ കണ്ടു, ആർത്തിമീസ് ദേവിയുടെ വരുമാനങ്ങൾ കുറഞ്ഞു. അങ്ങനെയുള്ള എംപറർ വർഷിപ്പില്, അതായത് ചക്രവർത്തിയെ ആരാധിക്കുന്നതിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെയുള്ള എതിർപ്പുകൾ രാജ്യത്ത് നിന്ന് വന്നപ്പോൾ സാമാന്യ ജനങ്ങൾ അവരെ എതിർക്കുന്നു, അവരോട് എതിർപ്പ് കാണിക്കുകയും അവർക്ക് സാധനങ്ങൾ പോലും കടകളിൽ നിന്ന് കൊടുക്കാത്ത ഒരു കാലഘട്ടമുണ്ടായി. ആ കാലഘട്ടത്തിൽ അവർ തളർന്നില്ല, അവർ സഹിച്ചു നിന്നു.
അത് സഹിച്ച് കർത്താവിന് വേണ്ടി അവര് തളർന്നു പോകാതെ അധ്വാനിക്കുകയായിരുന്നു. കർത്താവ് പറയുന്നു, ഞാനത് അറിയുന്നു. കർത്താവിന് അത് അറിയാം. പക്ഷേ അവരുടെ കുറവുകളെ കർത്താവ് സ്നേഹം കൊണ്ട് മറച്ചു കളയല്ല. അതിനെ തിരുത്തുവാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടു എന്നൊരു കുറവ് നിനക്കുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. കാരണം ആ ലേഖനത്തില് പൗലോസ് എഴുതുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ അളവിനെ കുറിച്ച് നമുക്ക് ചില സൂചനകൾ കിട്ടും. ആ സ്നേഹമാണ് വിട്ടുകളഞ്ഞെന്നുള്ളത് ഓർക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ നമ്മൾ കണ്ടു. ഈ എഫേസ്യ ലേഖനം ആർക്ക് പൗലോസ് AD 60 രേഖപ്പെടുത്തിയോ അതേ സഭയ്ക്കാണ് AD 95 പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ലേഖനം വെളിപ്പാട് 2-ന്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നമുക്ക് നോക്കാം. പൗലോസ് AD 60 ഇത് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തു. പൗലോസ് എഫെസോസ് സഭയിലെ വിശുദ്ധന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടു, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്നു, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം കേട്ടു. അവരുടെ സ്നേഹം കണ്ടോ? നമുക്ക് നോക്കാം. അവിടെ കൊണ്ട് തീരുകയല്ല. അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 17 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 3-ാം അധ്യായത്തിന്റെ അതേ ലേഖനം 3-ന്റെ 17 തൊട്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വര ലഭിക്കണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴമെന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹം. എന്നാൽ ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഈ സകല വിശുദ്ധന്മാരോടും കൂടിയുള്ള സ്നേഹത്തിനകത്താണ് നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴമെന്ന്, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം എന്തെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെയാണ്. ആ സ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെയാണ്. ആ സ്നേഹത്തിന്റെ ആഴം, വീതി, അതിൻ്റെ ഉയരം, ആ സ്നേഹത്തിന്റെ വലിപ്പം ഗ്രഹിക്കുവാൻ കഴിയുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെയാണെന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. നമ്മളിവിടെ പ്രത്യേക ഓർക്കുക, അവർക്ക് സകല വിശുദ്ധന്മാരോടും സ്നേഹമുണ്ടായിരുന്നു. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്നേഹം സകല വിശുദ്ധന്മാരോടും കൂടെ, ആ സ്നേഹത്തിന്റെ ആഴം, വീതി, ഉയരം അറിയുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ദൈവ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നത് അന്യോന്യമുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം കൊണ്ടാണ്. ഇവിടെ നമ്മൾ അത് വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്. അതേ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നോക്കിക്കട്ടെ. അവിടെ പൗലോസ് അത് പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവർ. എഫെസോസ് സഭ പൗലോസ് AD 60 രേഖപ്പെടുത്തുന്ന ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, സകല വിശുദ്ധന്മാരോടും കൂടെ ഈ സ്നേഹത്തെ ഗ്രഹിക്കണം, അതിന്റെ ഗ്രഹിക്കണം, ആ ഉയരം ആഴമൊക്കെയാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ സഹോദരന്മാരെ, ആ സഭയ്ക്കാണ് കർത്താവ് ലേഖനം എഴുതുന്നത് 35 വർഷം കഴിഞ്ഞു. പൗലോസ് രേഖപ്പെടുത്തിയത് AD 60 എഫേസ്യ ലേഖനം. AD 95 ഈ എഫെസോസ് ലേഖനം, എഫേസ്യ സഭയ്ക്കുള്ള ലേഖനം
വെളിപ്പാട് പുസ്തകം ആദ്യത്തെ 7 വാക്യങ്ങളിൽ കർത്താവ് അവർക്ക് രേഖപ്പെടുത്തുന്നത്. അവരോട് കർത്താവ് എന്താ പറഞ്ഞത്? അവരുടെ ഗുണങ്ങളെ, സവിശേഷതകളെ അഭിനന്ദിച്ച ശേഷം കർത്താവ് എടുത്ത് പറയുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്നേഹമില്ലെന്നല്ല പറഞ്ഞത്. Thou hast left the first love. ഇത് നോക്കുക, ആ വാക്ക് അത് ഗ്രീക്ക് ലാംഗ്വേജിൽ പ്രോട്ടോൺ എന്ന PROTN, പ്രോട്ടോൺ എന്ന വാക്കാണ്. ആ പ്രോട്ടോൺ എന്ന വാക്കിന്റെ അർത്ഥം ബെസ്റ്റ് എന്നാണ്. ബെസ്റ്റ്, ഏറ്റവും നല്ല സ്നേഹം നീ വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം നമുക്ക് കാണാതെ അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ലൂക്കോസ് 15:22 ആ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് മേൽത്തരമായ അങ്കി, അവന്റെ മുഷിഞ്ഞ അങ്കിയൊക്കെ മാറ്റിയിട്ട് ആ പിതാവ് അവന് കൊടുത്തു മേൽത്തരമായ അങ്കി. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദ ബെസ്റ്റ് റോബ് എന്നാണ്. ദ ബെസ്റ്റ് റോബ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ പ്രോട്ടൺ എന്ന ഗ്രീക്ക് വാക്കാണ്. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. യു ഹാവ് ലെഫ്റ്റ് ദ ബെസ്റ്റ് ലവ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു യു ഹാവ് ലെഫ്റ്റ് ദ ഫസ്റ്റ് ലവ്. എങ്ങനെയാണത് മനസ്സിലാക്കാൻ കഴിയുന്നത്? കർത്താവ് എങ്ങനെ മനസ്സിലാക്കി? നോക്കുക, ഇവിടെ നമ്മൾ കണ്ടു അവർക്ക് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. നമ്മൾ 1 യോഹന്നാൻ 4:20 വ്യക്തമായി വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്നു. വേണമെങ്കിൽ ഒന്ന് വായിച്ചേക്കാം, 1 യോഹന്നാൻ 4-ാം അധ്യായം. നോക്കുക, ആ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ മറ്റു വഴികളിൽ, സഹോദരന്മാരോടുള്ള ഇടപെടലിൽ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കും. നമ്മൾ മരണം വിട്ട് ജീവനിൽ കടന്നു വന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. പൗലോസ് എഫെസോസ് വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ, AD 60 എഴുതുമ്പോൾ, നിങ്ങൾക്ക് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. എന്നാൽ ഇവിടെ പറയുമ്പോൾ അവരുടെ ആ ബെസ്റ്റ് ലവ് വിട്ടുകളഞ്ഞു. സ്നേഹമില്ലെന്നല്ല, ആദ്യ സ്നേഹത്തിന് അതിൻ്റെതായ പ്രവൃത്തിയുണ്ട്, സ്നേഹത്തിന്റെ പ്രവൃത്തിയുണ്ട്. നമ്മൾ ഫിലോമോന്റെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട്. ഫിലോമോൻ 4 ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹം. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹം. നമ്മൾ ആ വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സഭാജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഈ സഭാജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ആ പ്രകടനം, അന്യോന്യമുള്ള സ്നേഹം, നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ, നമ്മൾ എഫെസ് ലേഖനത്തിൽ വായിച്ചതുപോലെ സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. നമ്മൾ കണ്ടു കർത്താവ് യേശുക്രിസ്തുവിനോടും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. എന്നാൽ യേശുക്രിസ്തു AD 95 ആയപ്പോൾ ഈ സഭയോട് പറയുകയാണ്, യു ഹാവ് ലെഫ്റ്റ് യുവർ ബെസ്റ്റ് ലവ്. നിങ്ങളുടെ ഏറ്റവും നല്ല ആ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു എന്ന് വായിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വിട്ടുകളഞ്ഞത്? ഞാൻ ഈ ഭാഗം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം, ഈ സ്നേഹം എങ്ങനെ വിട്ടുകളഞ്ഞു? അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് അതിൻ്റെ 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അപ്പോൾ ഈ എഫെസോസ് സഭയിലെ മൂപ്പന്മാരാണ് അവിടെ. അവരാണ് മെസ്സഞ്ചേഴ്സ്, അവരാണ് ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരോട് പൗലോസ് പറഞ്ഞിരുന്നു, ഭാവിയിൽ ഞാൻ പോയ ശേഷം ചില സംഭവങ്ങൾ നടക്കും. അതിൽ ഒരെണ്ണം നമുക്ക് വായിക്കാം, 29-ാമത്തെ വാക്യം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ പറയുന്നു. ശിഷ്യന്മാരുടെ തങ്ങളുടെ പിന്നാലെ
വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊടിയ ചെന്നായ്ക്കൾ കടക്കും. മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ചിലർ എഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. യു വാച്ച്. വിപരീത ഉപദേശം പ്രസ്താവിച്ചുകൊണ്ട് വരുന്നവർ വരും. എന്റെ സഹോദരന്മാരെ, ഈ വാക്ക് വെച്ച് നമ്മൾ ഈ കഥ പറഞ്ഞ വാക്കിനെ അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഈ എഫെസോസ് സഭ ആ ഉപദേശങ്ങൾ അവർ പിടിച്ചുകൊള്ളുവാൻ ഈ മൂപ്പന്മാർ, പൗലോസ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന ഈ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് കള്ളന്മാരെ അവർ പരീക്ഷിച്ചറിയുന്നു. അവര് ഉപദേശങ്ങൾ കടുകിട്ട് കൃത്യമായി സൂക്ഷിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ആ സഭയില് മറ്റൊരു ദുരുപദേശം കടന്നു വരാതെ, മറ്റുള്ളവര് അതിൻ്റെ അകത്ത് ഉള്ളിൽ കടന്ന് ആ സഭയെ വലിച്ചുകൊണ്ട് പോകാതെ അവര് വളരെ കാത്തു. ഈ മൂപ്പന്മാർ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരത് പ്രവർത്തിക്കുകയായിരുന്നു. അവര് സഭ ഒരിക്കലും ആ ഉപദേശം വിട്ടുപോകാതിരിപ്പാൻ വളരെ കിണഞ്ഞു പരിശ്രമിച്ചു അവര്. എന്നാൽ ആ കിണഞ്ഞു പരിശ്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു വിള്ളലുണ്ടായി. ആ വിള്ളല് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്. കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, സ്നേഹം വിട്ടുകളഞ്ഞെന്നല്ല. ആദിമ സ്നേഹം, ബെസ്റ്റ് ലവ്, എരിയുന്ന സ്നേഹം നമ്മൾ കണ്ടു. 30 വർഷം കൊണ്ട് സർവ്വലോകത്തിലും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കഴിയത്തക്കവണ്ണം സ്നേഹം അവരുടെ ഉള്ളിൽ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ആ ജ്വലിക്കുന്ന സ്നേഹത്തിന് ഒരല്പം കോട്ടം വന്നു. ആ സ്നേഹത്തിന് കോട്ടം വന്നു. ആ കോട്ടം വന്നപ്പോൾ കർത്താവ് അത് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഞാൻ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവരുടെ സർവീസ്, they put their service for Christ ahead of their love for the person of Christ. ക്രിസ്തു എന്ന വ്യക്തിയോടുള്ള സ്നേഹത്തെ കാട്ടിൽ അവരുടെ പ്രവൃത്തികൾക്ക് അവർ സ്നേഹം കൊടുത്തു. നമ്മൾ ഓർക്കണം, ലോകത്തിൽ അനേക ഇസങ്ങളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്. ആ ഇസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിസം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഇസം. ആ ഇസങ്ങൾ പിന്തുടരുവാൻ ചില നിബന്ധനകൾ നമ്മൾ പിൻഗമിച്ചാൽ മതി. ചില certain laws, ആ പാർട്ടിയുടെ ചില നിബന്ധനകളുണ്ട്. അത് പിൻഗമിച്ചാൽ നമുക്ക് ആ പാർട്ടിയുടെ അംഗമായി അതിൽ പ്രവർത്തിപ്പാൻ കഴിയും. ബട്ട് നോട്ട് വിത്ത് ക്രിസ്ത്യാനിറ്റി. എന്നാൽ ക്രിസ്തീയ കോളത്തിൽ അത് സാധിക്കുകയില്ല. ക്രിസ്തീയ കോളത്തിൽ ചില നിബന്ധനകളെ ഫോളോ ചെയ്യുകയല്ല. ക്രിസ്തീയ കോളത്തിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ലവ് ടു ദ ലോർഡ്. കർത്താവിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളൂ. നമ്മൾ ഓർക്കണം, യേശുക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്ടറിനൊക്കെ കീപ്പ് ചെയ്യും. നമ്മൾ പരസ്പരം സ്നേഹിക്കും. നമ്മൾ ഓർക്കണം, ആ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം കുറയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ആ ഡിവോഷൻ, അവനോടുള്ള ഡിവോഷൻ, സ്നേഹം കുറയുമ്പോൾ നമ്മുടെ മറ്റ് പ്രവൃത്തികൾക്ക് കോട്ടം വരും. ഒരു ചെറിയ വിള്ളല്. ആ വിള്ളല് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ സഭയെ സാത്താൻ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ മധ്യത്തിൽ പ്രവേശിച്ച് ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നതിനോ അവിടെ എന്തെങ്കിലും വിള്ളലുണ്ടാക്കുന്നതിനോ ചില പക്ഷികൾ ഉണ്ടാക്കുന്നതിനോ ഒന്നും സാധിച്ചില്ല. എന്നാൽ സാത്താൻ അവിടെ ആദ്യം ഒരു ഫുട്ഹോൾഡ് കിട്ടുന്നത്, ഒരു കാല് വെക്കാൻ സ്ഥലം കിട്ടുന്നത് അവരിൽ ഉണ്ടായ സ്നേഹത്തിന്റെ ഒരു അല്പം കുറവാണ്. പക്ഷേ ഇറ്റ് ഈസ് എ സീരിയസ് പ്രോബ്ലം. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. അതായത് മലാഖിയുടെ പുസ്തകം വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവര് കർത്താവിന് യാഗപീഠത്തെങ്കില് കണ്ണു പൊട്ടിയതിനെ, മുടന്തുള്ളതിനെയൊക്കെ കൊണ്ടുകൊടുത്തു. എന്താ അതിന്റെ കാരണം? കണ്ണു പൊട്ടിയതിനെ, മുടന്തുള്ളതിനെയൊക്കെ കൊടുത്തു. അവരങ്ങനെ ആയിരുന്നു ആദ്യം? അല്ല. അവരുടെ ചരിത്രം നോക്കിയാട്ടെ, അവരങ്ങനെയല്ലായിരുന്നു. എങ്ങനെയായിരുന്നു അവർ? നമ്മൾ കണ്ടു, സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ അവർ വരുന്നു. ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ, അടുത്ത 6 മാസം കൊണ്ട് അവർ ചെയ്തത് എന്താണ്? സമാഗമന കൂടാരം ഉണ്ടാക്കി. ദൈവത്തിന് അവരുടെ പൊന്ന് വേണം, അവരുടെ വെള്ളി വേണം,
അവരുടെ തഴിശതോൽ വേണം, അവരുടെ പല വസ്തുതകൾ വേണം. എന്തിനു വേണ്ടി? അവർക്ക് ഈ സമാഗമന കൂടാരം ദൈവത്തിന് വസിക്കാൻ ഒരു ആലയം ഉണ്ടാക്കാൻ. അവരത് കൊടുക്കുന്നത് സ്വമനസാലെ അവനോടുള്ള സ്നേഹം മൂലമാണ്. അവസാനം അവിടെ ദൈവം പറയേണ്ടി വന്നു, ഇനി കൊണ്ടുവരരുത്, മതി എന്ന് പറയത്തക്കവണ്ണം ഇനി കൊണ്ടുവരുതെന്ന് പറയാൻ ഇടയാക്കിയതിന്റെ കാരണം അവരാദ്യ സ്നേഹത്തിൽ എരിഞ്ഞപ്പോൾ അവർ ദൈവത്തിന് കൊടുക്കുന്നതിനോ അവന് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ മടി കാണിക്കാതെ 6 മാസം കൊണ്ട് ഈ വളരെ സൂക്ഷ്മമായി പണിയേണ്ടിയ സമാഗമന കൂടാരം പണിത് ഉയർത്തി. സീനായി പർവ്വതത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അവരുടെ ആദ്യ സ്നേഹത്തിൽ അവർ എരിയുകയാണ്. ആ ജനം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നു, കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും യാഗപീഠങ്ങൾ കൊടുത്തിട്ട് അവര് ആ വിധത്തിൽ വന്നതിന്റെ കാരണം എന്നാ? അവർക്ക് ദൈവത്തോടുള്ള അപ്രീസിയേഷൻ കുറഞ്ഞുപോയി. അവരുടെ ദൈവം ആരാണെന്നുള്ളത് അവർ ഓർത്ത് അവന് തക്ക മഹത്വം കൊടുക്കുവാൻ അവർക്ക് കഴിയാതെ പോയി. അവര് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നമ്മള് യെരമ്യാ പ്രവചനം 2:2 പ്രവാചകനിലൂടെ ദൈവം പറയുന്ന വാക്ക് നമുക്ക് നോക്കാം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്നതിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹനിശ്ചയ കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യഹൂദന്റെ ആദ്യ സ്നേഹം ദൈവം ഓർക്കുന്നു. അവിടെ ഓർക്കുക, യൗവനത്തിലെ ഭക്തി, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം ഞാൻ ഓർക്കുന്നു. നീ എന്നെ അനുഗമിച്ച് നടന്ന ഒരു കാലമുണ്ടല്ലോ മരുഭൂമിയിൽ. എസെക്കിയേൽ 16:8 പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നിയമവും സത്യം ചെയ്തു, ഞാൻ നിന്റെ ഭർത്താവാണ്. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം നിർത്താട്ടെ. എസെക്കിയേൽ പ്രവചനം 16:8 വാക്യം. ഞാൻ നിന്നെ അരികെ കൂടെ കടന്നു, നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന് സമയമെന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു, നിന്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു, നീ എനിക്കുള്ളവളായി തീർന്നു. ഞാൻ നിന്നോട് നിയമവും സത്യം ചെയ്തു, നീ എനിക്കുള്ളവളായി മാറി. അതിന്റെ ദൈവം ഞാൻ നിങ്ങളുടെ ഭർത്താവാണെന്ന് പറയുന്നു. യെരമ്യാവ് തന്നെ അതിന്റെ 3-ാം അധ്യായം നമുക്ക് നോക്കാം. യെരമ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 3:14. വിശ്വാസത്യാഗിനിയായ മകളെ മടങ്ങി വരുവീൻ, യഹോവ അരുളി, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളുടെ ഭർത്താവാണ്, നിന്റെ ആദ്യ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നുവെന്ന് യഹൂദനോട് പറയുകയാണ്. നമ്മൾ കണ്ടു അവരുടെ ആദ്യ സ്നേഹം. നമ്മുടെ ദൈവം ഇതിലൊട്ടും കുറവിൽ തൃപ്തനാകുന്നില്ല. നമ്മുടെ ആത്മജീവിതത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല. നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് എടുക്കാതെ അറിയാം. മാർത്തയുടെയും മറിയയുടെയും ആ കാര്യം നമുക്കറിയാം. മാർത്തയുടെയും മറിയയുടെയും കാര്യം, മാർത്തയുടെയും മറിയയുടെയും കാര്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറിയയുടെ അംശം തിരഞ്ഞെടുത്തു. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്. മറിയ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുകയാണ്. ദാറ്റ് ഈസ് ഡിവോഷൻ, അവനോടുള്ള സ്നേഹം. യെസ്, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ആ സ്നേഹം അതല്പം കുറവ് വന്നാൽ കർത്താവിന് അതറിയാം. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു ആ കുറവ് ആണ് ഈ എഫെസോസിലെ മൂപ്പന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തതനുസരിച്ച് ആ സഭയുടെ ഉപദേശം സൂക്ഷിക്കുന്നതിന്, അരുതാത്തവരെ സഭയിൽ വരാതിരിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ജാഗരൂകരായി സഭയെ കാത്തു സൂക്ഷിച്ചപ്പോൾ ഓൺ ദ പ്രോസസ് കർത്താവിനോടുള്ള ഡിവോഷൻ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അത് കർത്താവ് എടുത്തു പറയുകയാണ്. ഇത് ഒരു മടങ്ങിവരവ് ഉണ്ടാകുന്നില്ലെങ്കിൽ, നമ്മളിവിടെ വായിക്കുന്നുണ്ട്, വിട്ടുകളഞ്ഞതൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്,
നീ ഏതിൽ നിന്ന് വീടിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ സ്നേഹത്തിന് എന്തുകൊണ്ട് പ്രവൃത്തിയുണ്ട്? നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചേ. ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഞാൻ ഇങ്ങനെ ഓർത്തു. ആദ്യം രക്ഷിക്കപ്പെട്ടു വന്ന സമയം, അന്ന് ഒരു സഹോദരനെ കാണുവാൻ എന്തൊരു കൊതിയാണ്, ഒരു മീറ്റിങ്ങിന് പോകാൻ എന്തൊരാഗ്രഹമാണ്, എവിടെയെങ്കിലും ഒരു കൂടിവരവുണ്ടെങ്കിൽ എത്ര ദൂരം നടക്കണം. അന്നൊന്നും ഇതുപോലെ വണ്ടികളൊന്നുമില്ല. എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് മൈലുകൾ നടന്നിട്ടുള്ളത്. കാരണം അവിടെ പോയി ദൈവവചനം കേൾപ്പാൻ, അവിടെയുള്ള ദൈവദാസ മക്കളെ കാണുവാൻ, ആ മീറ്റിങ്ങിന് പോയി പങ്കെടുക്കുവാൻ. എന്തുകൊണ്ടാണ്? ആ ആദ്യത്തെ സ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കുകയാണ്. ആ സ്നേഹത്തിന് ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. സൗരന്മാരെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹമാണ്. അവരോടൊത്ത് സമയം ചെലവഴിപ്പാൻ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാൻ, സംസാരിക്കാനൊക്കെ അങ്ങനെ ഒരു ആദ്യത്തെ പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്കത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അത് പറയുന്നത് ഈ തരുണത്തിൽ അത് നന്നായിരിക്കും. ഒരു 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 പെൺകുട്ടി ഭാര്യയാണ്, ഒരാളുടെ ഭാര്യയാണ്. ആ കുടുംബജീവിതം വളരെ പരിവരുത്ത അനുഭവത്തിലേക്ക് പോയി. അവളുടെ സഹോദരന്റെ അടുക്കൽ ചെന്ന് അവൾ പറയുകയാണ്, എനിക്ക് അവനെ ഉപേക്ഷിക്കണം, എനിക്ക് വേണ്ട, എനിക്കിനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ഈ സഹോദരൻ വളരെ ആത്മീയനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പെൺകുട്ടിക്ക് ഒരു ഉപദേശം കൊടുത്തു. നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ എങ്കിൽ അവനെ ഉപേക്ഷിച്ചു കൊള്ളുക. പക്ഷെ നീ ഒരു കാര്യം ചെയ്തിട്ടേ അവനെ ഉപേക്ഷിക്കാവൂ. എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, 1 മാസം നീ അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അവൻ്റെ നല്ല ഭക്ഷണം, അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവൻ്റെ ഡ്രസ്സൊക്കെ നീ തന്നെ എല്ലാം റെഡിയാക്കി കൊടുക്കണം. അവൻ്റെ ഷൂസൊക്കെ പോളിഷ് ചെയ്ത് കൊടുക്കണം. അവന് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. അതിൻ്റെ ശേഷം നിന്നെ കൂടാതെ അവന് ജീവിക്കാൻ വയ്യ എന്നൊരു സാഹചര്യം ഉടലെടുക്കും. ആ സന്ദർഭം നോക്കി വേണം അവനെ ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞു. ആട്ടെ എന്ന് പെൺകുട്ടി പറഞ്ഞു. 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ തൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ ചോദിച്ചു, നീ പറഞ്ഞ പോലൊക്കെ ചെയ്തു ഉപേക്ഷിക്കാൻ സമയമായി, ഉപേക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, ഉപേക്ഷിക്കില്ല. എന്താ കാരണമെന്നറിയാമോ? അവൾ ആദ്യത്തെ പ്രവൃത്തി ചെയ്തു. അവർ വിവാഹം കഴിച്ചപ്പോഴുള്ള പ്രവൃത്തി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തു, അദ്ദേഹത്തിന് വേണ്ടവണ്ണം ടേക്ക് കെയർ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യ സ്നേഹം തിരിച്ചു വന്നു. സ്നേഹം ഒരു എമോഷനാണ്. എന്നാൽ ആ എമോഷന് ഒരു പ്രവൃത്തിയുണ്ട്. അതാണ് ആദ്യ സ്നേഹത്തിന്റെ പ്രവൃത്തി. ആ പ്രവൃത്തിയെ പെൺകുട്ടി ചെയ്തപ്പോൾ ആ സ്നേഹം തിരിച്ചു വന്നു, ആ എമോഷൻ തിരിച്ചു വന്നു. അവൾക്ക് വിവാഹമോചനത്തിന് അപ്പോൾ താല്പര്യമില്ല. ഇത് സഭയുള്ള ബന്ധത്തിലും ഇത് സത്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിച്ച് ആ ഭാഗം വിടുകയാണ്. നമുക്ക് ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് അവിടെ കർത്താവ് പറഞ്ഞ നോക്കുക, നീ മാനസാന്തരപ്പെട്ടിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എൻ്റെ സൗരിമാരെ, സ്നേഹത്തിന് പ്രവൃത്തിയുണ്ട്. ഇവിടെ പറയുന്നു ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വിവാഹം കഴിച്ച നാളുകളിൽ ആദ്യ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെ ഇടപെട്ടോ അതുപോലെ ഇടപെടുമ്പോൾ വീണ്ടും ആദ്യ സ്നേഹം തിരിച്ചു വരുന്നത് പോലെ സഭയിലുള്ള ബന്ധത്തിലും നമ്മൾ ആ വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആദ്യ സ്നേഹത്തിൽ നമ്മൾ മുഴുകും എന്നുള്ളത് കർത്താവ് നമുക്ക് ഇവിടെ ഉപദേശം തരികയാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് എടുത്തോട്ടെ. 6-ാം വാക്യം, എങ്കിലും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. എങ്കിലും നിക്കലോവരുടെ നടപ്പ് നീ പായിക്കുന്നെന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പായിക്കുന്നു. എന്ത് വില കൊടുത്തും എന്താണ് ഈ കർത്താവ് പായിക്കുന്നതെന്നും മാത്രമല്ല കർത്താവ് പായിക്കുന്നതിനെ നമ്മളും പകയ്ക്കുവാൻ കടംപെട്ടവരാണെന്നുള്ള വളരെ ബോധ്യത്തോടെ നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? നിക്കലവരുടെ നടപ്പ് പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഇത് വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എൻ്റെ കയ്യിൽ 2 ചെറിയ ബുക്ക്ലെറ്റുകളുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ എവിടെയോ ഇരിപ്പുണ്ട്. ആ 2 ബുക്കിന്റെ പേര് നിക്കലോഷ്യൻസ്. ആരാണ് നിക്കലോവിയർ എന്നുള്ളത് പഠിപ്പിക്കുന്ന 2 ചെറിയ ബുക്കാണ്.
ഞാൻ ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ വളരെ ശ്രമിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ചില സത്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കുക, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കണം, ഇത് AD 95 പറയുന്ന വാക്കാണ് കർത്താവ്. എന്നാൽ കുസ്തനിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറുന്നു ഏതാണ്ട് AD 313 കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി. ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ എഴുതിയതാണ് പെർഗമോസ് സഭയുടെ ദൂത്. അതിന്റെ 12 തൊട്ടുള്ള വാക്യം, 2-ാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള പെർഗമോസ് സഭയുടെ ദൂത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി തീർന്ന കാലഘട്ടമാണ്. അതിന്റെ കാലഘട്ടത്തിൽ അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം, അവണ്ണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ഈ കുസ്തനിനോസ് ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം സഭയിൽ എന്ത് സംഭവിച്ചു? എന്തിനെ കർത്താവ് പകച്ചോ, എന്തിനെ ആദ്യ സഭ പകച്ചോ, അത് ഈ പെർഗമോസ് കാലയളവ് AD 313 കഴിഞ്ഞ കാലയളവിൽ ഉപദേശമായി മാറി. അപ്പൊ ഞാൻ ഓർപ്പിച്ച പോലെ എന്ത് വില കൊടുത്തും എന്താണ് ഈ നിക്കലോവ്യരുടെ നടപ്പെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാ. കാരണം കർത്താവ് അതിനെ പയിക്കുന്നു. എന്നാൽ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുക, കർത്താവ് പകച്ചത് നിക്കലോവ്യരെ അല്ല. പിന്നെ എന്തിനെയാ പകച്ചത്? നിക്കലോവ്യരുടെ നടപ്പിനെയാണ് പകച്ചത്. നിക്കലോവ്യരുടെ നടപ്പിനെയാണ് പകച്ചത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഒരു വേ ഓഫ് ലൈഫാണ്. അതൊരു ഉപദേശമായി അല്പം കഴിഞ്ഞപ്പോൾ സഭയിൽ കടന്നു വന്നു. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കി. തിരുവചനത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നിക്കലോവിയർ എന്ന വാക്ക് ആക്ച്വലി പഴയ നിയമത്തില് ഹീബ്രുവിൽ ബെലയാം അല്ലെങ്കിൽ ബെലയാം എന്ന വാക്കിന്റെ ഗ്രീക്ക് ഭാഷാന്തരമാണ് നിക്കലോവിയർ. ബാലാം എന്ന വാക്കിന്റെ ഹീബ്രു വാക്കാണ് ബാലാം എന്ന ഹീബ്രു വേർഡിന്റെ ട്രാൻസ്ലേഷനാണ്, ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് നിക്കലോഷ്യൻസ് എന്നുള്ളത്. നിക്കലോവിയർ എന്നുള്ളത് നമ്മൾ ഓർത്താൽ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. 1 പത്രോസ് 2:15 വാക്യത്തില്, അവർ നേർവഴി വിട്ട് തെറ്റ് ബെയോറിന്റെ മകനായ ബിലയാമിന്റെ വഴികളിൽ നടന്നു. ബിലയാമിന്റെ വഴികൾ, നിക്കലോവ്യരുടെ നടപ്പ്. അപ്പോൾ ഇതൊരു വേ ഓഫ് ലൈഫാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് ചിന്തനീയമാണ്. നിക്കലോഷ്യൻസ് എന്നുള്ള വാക്ക് 2 ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. നിക്കോ അവർ ലാവോസ്. നമുക്കൊക്കെ അറിയാം, ലാവോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ആളുകളെ കാണിക്കുന്നതാണ് ലാവോസ്. ഗ്രീക്കിൽ ലാവോസ് എന്ന് പറഞ്ഞാൽ. നിക്കാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു കോൺകർ, കീഴ്പ്പെടുത്തുക എന്നാണ്. കീഴടക്കുക എന്ന വാക്കാണ്. ബാലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബാലാം എന്ന വാക്കിന്റെ അർത്ഥവും ഇത് തന്നെയാണ്, കോൺകറർ എന്നാണ്, പിടിച്ചടക്കുക എന്നാണ്. ബാലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പിടിച്ചടക്കുക. നിക്കലോവ്യർ എന്ന വാക്കിന്റെ അർത്ഥവും ജനങ്ങളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താ അപ്പൊ ഇത്? കർത്താവ് ഇവരുടെ ഈ നിക്കലോവ്യരുടെ നടപ്പിനെയാണ് പയക്കുന്നത്. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ കാലയളവിൽ നമുക്ക് അറിയാം, അതായത് പത്രോസ് രേഖപ്പെടുത്തി 1 പത്രോസ് 5-ാം അധ്യായം നമുക്ക് നോക്കാം. അവിടെ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മൂപ്പന്മാരുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നത്. അവിടെ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം, നിങ്ങളുടെ വിചാരണയിലുള്ള, അത് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ ആ വാക്ക് ബീയിങ് ലോർഡ് ഓവർ ഗോഡ്സ് ഹെറിറ്റേജ് എന്ന, ബീയിങ് ലോർഡ് ഓവർ ഗോഡ്സ് ഹെറിറ്റേജ്, ദൈവത്തിന്റെ അവകാശത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കുക. ആ വാക്കിൽ നിന്നാണ് ക്ലീറോസ്, ഹെറിറ്റേജ് എന്നുള്ള വാക്ക് നിന്നാണ് ക്ലീറോസ് എന്ന വാക്കും ക്ലെർജി എന്ന വാക്കും വന്നത്.
അവര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 യോഹന്നാൻ 9ഉം 10ഉം വാക്യത്തില് ഡെയോഫ്രോട്ടോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഡെയോഫ്രോട്ടോസ് എന്താ എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദെയോത്രോഫോസ്, അവരിൽ പ്രധാനി ആഗ്രഹിക്കുന്ന ദെയോഫ്രോട്രോസ്. നോക്കുക, ഒരു കൂട്ടം ആളുകള് സഭയുടെ മുകളിൽ, സാമാന്യ ജനത്തിന്റെ മുകളിൽ വരുവാൻ വേണ്ടി ആഗ്രഹിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഇത് നമ്മൾ ഓർക്കണം, സഭയിലെ പൗരോഹിത്യത്തിന്റെ ആരംഭം ഇത് ചൂണ്ടിക്കാണിക്കുക. ആ ഒരു മാർഗത്തെ ദൈവം കർത്താവ് അതിനെ നിക്കളോട് നടപ്പിനെ പകയ്ക്കുകയാണ്. അത് നിങ്ങളും പകയ്ക്കുന്നു. എന്നാൽ കാലം അല്പം കൂടെ കഴിഞ്ഞു. AD 313 കഴിഞ്ഞപ്പോൾ സഭയിൽ അത് ഉപദേശമായിട്ട് മാറി. ഇതിന് ഇത്ര പ്രാധാന്യത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമ ഉപദേശം അനുസരിച്ച് എല്ലാവരും സഹോദരന്മാരാണ്. അവരുടെ മുകളിൽ ഒരു ക്ലാസ് ഡിഫറൻസ് ഇല്ല. ഉദാഹരണമായിട്ട് യോഹന്നാൻ ഒരു അപ്പോസ്തലനാണ്, കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനാണ്. അദ്ദേഹം പറയുന്ന വാക്ക് നോക്കിയാട്ടെ, 1 വെളിപ്പാട് ദിവസം 1:9 നോക്കിയേ, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. ആ യോഹന്നാൻ ഈ സഭയ്ക്ക് എഴുതുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങളുടെ സഹോദരൻ. ബിഷപ്പ് എന്നാണോ പറഞ്ഞത്? അല്ല. ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനായിട്ടാണോ? അല്ല. നിങ്ങളുടെ സഹോദരനാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ 1-2 വാക്കുകളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുക്കാം. നമ്മൾ ഉപദേശപരമായിട്ട് ഇത് പ്രാധാന്യതയുള്ളത് കൊണ്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം, അതിന്റെ 8 തൊട്ടുള്ള വാക്യം, 8-9 വാക്യം കർത്താവിന്റെ വാക്കുകളാണ്. നിങ്ങളോ റബി എന്ന പേർ എടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. എന്റെ സഹോദരന്മാരെ, പിതാവെന്ന് ആരെയും വിളിക്കരുത് ആത്മീയഗോളത്തിൽ. മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ആരാണ്? സഹോദരന്മാരാണ്. യോഹന്നാൻ എഴുതിയത് എങ്ങനെയാണ്? നിങ്ങളുടെ സഹോദരൻ. വീണ്ടും നോക്കാം, 28-ാം അധ്യായം എടുത്താട്ടെ, മത്തായിയുടെ സുവിശേഷം. കർത്താവിന്റെ അന്ത്യദൗത്യം കൊടുക്കുന്ന അധ്യായമാണ്. അതിന്റെ 8-9 വാക്യം നോക്കാം. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നു അവന്റെ കാൽ പിടിച്ചു, അവനെ നമസ്കരിച്ചു. യേശുവിനോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുന്ന വാക്ക് സഹോദരന്മാർ. എബ്രായലേഖനം 2-ാം അധ്യായം നോക്കിയാട്ടെ, ഹീബ്രൂസ് ചാപ്റ്റർ 2. കർത്താവിന്റെ മരണപുനരുത്ഥാന ശേഷം ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത പുതിയ പേരാണ് സഹോദരന്മാർ. ഹീബ്രൂസ് ചാപ്റ്റർ 2. എബ്രായലേഖനം 2-ാം അധ്യായം, അവിടെയും നമ്മൾ വായിക്കുന്നു. അതിന്റെ 2-ാം അധ്യായത്തിൽ 11, ഇത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സഭയുടെ മധ്യത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ എന്റെ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയുക. ശിഷ്യന്മാർ കൊടുത്ത പേരാണ്. നിങ്ങള് സഹോദരന്മാരാണ്. മത്തായിയുടെ സുവിശേഷം 23-9 വായിച്ചു, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ. There is no class difference. യാക്കോബ് 3-ലും, യാക്കോബ് 3:1, 5-12 തൊട്ടുള്ള വാക്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നോക്കുക, ഒരു ക്ലാസ് ഡിഫറൻസ് ദൈവജനം കൂടി വരുമ്പോൾ, ഒരു ക്ലാസ് ഡിഫറൻസ് ഒരു കൂട്ടം ആളുകൾ അവരുടെ മുകളിൽ ആകുവാനായിട്ട് പാടില്ല. അപ്പോസ്തലനായ യോഹന്നാൻ പോലും തങ്ങളെ മറ്റുള്ള സഹോദരന്മാരോട് പറയും, നിങ്ങളുടെ സഹോദരൻ എന്നാണ്. നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ. എന്നാൽ നോക്കുക, ദൈവത്തിന്റെ അവകാശമായി ദൈവസഭയെ കീഴ്പ്പെടുത്തുവാൻ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവരുടെ ആ സിസ്റ്റത്തെ, നടപ്പിനെ
നിക്കലോവരുടെ നടപ്പിനെ കർത്താവ് പകച്ചു. കർത്താവ് പറഞ്ഞു, ഇവര് പകച്ചു, അത് ഞാനും പകയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിക്കട്ടെ, എന്തിനാണ് ഈ ഉപദേശം നമുക്ക് തന്നിരിക്കുന്നത്? 119 സങ്കീർത്തനം 4 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ വചനത്തെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അത് കൽപ്പിച്ചു തന്നിരിക്കുന്നു. നമ്മൾ അന്യോന്യം വിളിക്കേണ്ട പേര് സഹോദരന്മാർ, സഹോദരി. വേറെ ഒരു പേര് നമുക്ക് എടുക്കാനായിട്ട് അവകാശമില്ല. ആരെയും പിതാവെന്ന് വിളിക്കരുത്. എന്നാൽ നമ്മൾ ഓർക്കണം, അത് കുസ്തുനിയോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം ക്രിസ്ത്യ സഭയിൽ കടന്നു വന്നു. അതൊരു ഉപദേശമായി മാറി. ഇന്ന് പുരോഹിതന്മാരെന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ സാമാന്യ ജനങ്ങളുടെ മുകളിൽ അവരെ കർത്തൃത്വം നടത്തുന്നവരായി തീർന്നു. അത് തിരുവചനത്തിന് വിരുദ്ധമാണ്. കർത്താവ് ആ നടപ്പിനെ, നിക്കലോവരുടെ നടപ്പിനെ പകയ്ക്കുന്നു. ഞാനും പകയ്ക്കുന്നു. ഈ എഫെസോ സഭ പകച്ചു. എന്നാൽ പെർഗമോസ് കാലയളവിൽ അത് ഉപദേശമായി മാറി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കുക, കർത്താവ് പകയ്ക്കുന്നതിനെ നമ്മൾ പകയ്ക്കണം. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. എൻ്റെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിച്ച് അങ്ങനെ പഠിപ്പിച്ചാൽ സ്വർഗരാജ്യത്തിൽ അവൻ ചെറിയവനാകും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗരാജ്യത്തിൽ വലിയവനാകും. മത്തായി 5 നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ പ്രതിഫലം കൂടെ പറഞ്ഞത് നമുക്ക് നോക്കിയിട്ട് ആ ദൂത് നമുക്ക് അവസാനിപ്പിക്കാം. 7-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ആത്മാവ്, അത് ഞാനും വായിക്കും, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ വളരെ വ്യക്തമായി 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? വിശ്വാസികൾ ലോകത്തെ ജയിച്ചവരാണ്, തർക്കമില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, അതിലുപരിയായി ഇവിടെ ജയിക്കുന്നവൻ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ സഭകൾക്ക് കൊടുത്ത ദൂതിലെല്ലാം ജയിക്കുന്നവനെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ആഴമേറിയ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? നോക്കുക, ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ തിരുത്തേണ്ടത് തിരുത്തി കർത്താവിന്റെ വചനത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ അവിടെ ജയിക്കുന്നവൻ, അല്ലെങ്കിൽ ഓവർകമ്മിങ് വൺ. Overcoming, here is overcoming the evil that is spreading in the assembly or in the Christian world. ക്രിസ്ത്യഗോളത്തിൽ ആ നടമാടുന്ന ആ വസ്തുതകളെ ജയിക്കുന്നവനാണ് ഇവിടെ പറയുന്ന ഓവർകമർ, അല്ലേ ജയിക്കുന്നവൻ. അവന് കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസികളാണ്. നമുക്ക് പരദീസയിലുള്ള, തോട്ടത്തിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ ലഭിക്കും. അതൊരു വേറെ വിഷയം, നമ്മൾ അവിടെ വിട്ട് പോകുന്നില്ല. പുതിയ നിയമത്തിൽ 3 നമ്മൾ ഈ പരദീസയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഒന്ന്, ലൂക്കോസ് 23:43. ക്രൂശിൽ വെച്ച് രക്ഷിക്കപ്പെട്ട കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും. 2 കൊരിന്ത്യർ 12:3 പൗലോസ് പറയുന്നുണ്ട്, ആ മനുഷ്യൻ പരദീസയോളം എടുത്തുകൊള്ളപ്പെട്ടു, സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. ഈ വെളിപ്പാട് പുസ്തകം 2:7 പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. തോട്ടം എന്നാണ്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ജീവവൃക്ഷം, ജീവന്റെ അപ്പം, ജീവജലം, ഇങ്ങനെ അനേക വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ജീവവൃക്ഷം, ജീവന്റെ അപ്പം, ജീവജലം, ഇങ്ങനെ ജീവൻ നൽകുന്ന ഘടകം. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ യേശുക്രിസ്തുവിനെ തന്നെ കാണിക്കുന്നു ഈ ജീവവൃക്ഷത്തിന്റെ ഫലം. അവനാണ്. ജയിക്കുന്നവർക്ക് അവനെ ലഭിക്കും, തർക്കമില്ല. എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ വെച്ച് ഈ സഭാകാലയളവിൽ ഓവർകമേഴ്സ്, ഈ ഉപദേശ സംഹിതകൾ നടമാടുന്ന കാലയളവിൽ അതിനെ ജയിച്ചു വരുന്ന ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ അവനോടുള്ള ആ സംസർഗത്തിന്റെ ആ ജീവഘടകം, അല്ലെങ്കിൽ അതിൻ്റെ തൃപ്തി, അതാണ് അവർക്കുള്ളത്. ഇവിടെ ദേവാലയങ്ങളും പുരോഹിതന്മാരും അൾത്താരയൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ കർത്താവിന്റെ ഉപദേശം സൂക്ഷിക്കുന്നവർ, അവനെ ഉണ്മയായി സ്നേഹിക്കുന്നവർ, അവന്റെ കൽപ്പനകൾ കാത്തുകൊള്ളുന്നത് കൊണ്ട് അവർക്ക്
അവനെ തന്നെ ലഭിക്കും. അവന്റെ ആ ജീവന്റെ ഘടകം അവരുടെ ആത്മീയ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കും എന്നുള്ളത് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഇവിടെ നിർത്താം. ജയിക്കുന്നവന് ആത്മാവസോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ സന്നദ്ധരായവർക്ക് കേൾപ്പാനായിട്ട് ആത്മാവ് സംസാരിക്കുകയാണ്. ആരെയും നിർബന്ധിക്കത്തില്ല. എന്നാൽ ദൈവം അതിന് നമ്മളെ ഇടയാക്കട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദൂത് അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് സ്മുർന സഭയുടെ ദൂത് പരിശോധിക്കാം. സഭാ ചരിത്രത്തിന് മുന്നോട്ടുള്ള ഗതികളെ നമുക്കതിലൂടെ പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം